കുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് സിംബാബ്വെക്കെതിരായ തുടർച്ചയായ മൂന്നാമത്തെ 2020യിലും വിജയം. 35 റണ്ണിനാണ് ഇന്ത്യ വിജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 192 റണ്ണാണ് എടുത്തത്, 5 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർ വൈഭവ് സൂര്യവംശി, 15-കാരനായ വൈഭവ് 49 പന്തിൽ 81 റൺ അടിച്ചു കൂട്ടി. 8 ഫോറും 4 സിക്സറും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. 165 സ്ട്രൈക്ക് റേറ്റ്. സ്വാഭാവികമായും ഇത് വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞൊരു സ്ട്രൈക്ക് റേറ്റ് ആണ്. പക്ഷേ അദ്ദേഹം അത്രയും നേരം നിന്ന് റൺ അടിച്ചു എന്നുള്ളതാണ് പ്രധാനം. മറ്റൊന്ന്, ഇഷാൻ കിഷൻ 29, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 27, റിങ്കു സിംഗ് 25 എന്നിങ്ങനെയാണ് മറ്റ് സ്കോറർമാർ. അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റണ്ണാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സിംബാബ്വെക്ക് ഒരു ഘട്ടത്തിലും വിജയത്തിലെത്താൻ കഴിയുമെന്ന് തോന്നിയില്ല. അവർക്ക് വേണ്ടി റയാൻ പുൾ 54 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു. ബെൻ കറൻ 20 റണ്ണെടുത്തു. മാധവേര 28 റണ്ണെടുത്തു. ഇതാണ് പ്രധാനമായിട്ട് അവർക്ക് വേണ്ടി സ്കോർ ചെയ്തവർ. ഇന്ത്യക്ക് വേണ്ടി മായങ്ക് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി. യാഷ് ഠാക്കൂർ 2 വിക്കറ്റ് വീഴ്ത്തി. അശോക് ശർമ്മ, രവി ബിഷ്ണോയ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. എന്തായാലും പരമ്പര 3 മത്സരങ്ങളിൽ അടങ്ങിയ പരമ്പര ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ്. 3ഉം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഒരു പരമ്പര 3 കളികളും ജയിച്ച് ഇന്ത്യ നേടിയിരിക്കുന്നു. നേരത്തെ അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയുമായ പരമ്പരകൾ നഷ്ടപ്പെട്ട് ഇന്ത്യ വലിയ കുഴപ്പത്തിലായിരുന്നു. പക്ഷേ ഈ സിംബാബ്വെക്കെതിരായ 3 മത്സരങ്ങളും വിജയിച്ചതോടെ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇന്ത്യ.